വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ മാതാവിനെ ഇളയ മകൻ അഫ്സാൻ മരിച്ച വിവരം അറിയിച്ചു. ഭർത്താവ് അബ്ദുൾ റഹീമാണ് മരണവിവരം പറഞ്ഞത്. മാല ചോദിച്ചിട്ട് തരാത്തതുകൊണ്ടാണ് പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പോലീസിന് മൊഴി കൊടുത്തു. അഫാനുമായി പോലീസ് നാളെ തെളിവെടുപ്പ് നടത്തും. 3 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ച അഫാനെ ചോദ്യം ചെയ്തപ്പോഴാണ് പിതൃമാതാവിനെ കൊലപ്പെടുത്തിയതിന്റെ കാരണം പോലീസിനോട് പറഞ്ഞത്. കുഴിയിൽ കാലും നീട്ടിയിരിക്കുന്ന കിളവെ മാല ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ടാണ് കൊന്നത്. കൊലപ്പെടുത്തിയ ശേഷം ആഭരണം ഊരിയെടുത്ത് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു. പ്രതിയുമായി നാളെ കൊലപാതകം നടന്ന പാങ്ങോടുള്ള വീട്ടിലും ധനകാര്യ സ്ഥാപനത്തിലും പോലീസ് തെളിവെടുപ്പ് നടത്തും. കൂട്ടക്കൊലപാതക ദിവസം ഉമ്മയെ ആക്രമിച്ച പ്രതി ചുറ്റിക വാങ്ങി നേരെ പോയത് പിതൃമാതാവിന്റെ വീട്ടിലേക്കായിരുന്നു. അതിനിടെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയോട് ഇളയ മകൻ മരിച്ച വിവരം കുടുംബം അറിയിച്ചു. മക്കളെ തിരക്കിയപ്പോൾ 2 പേർക്കും അപകടത്തിൽ പരിക്കേറ്റെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നുമാണ് ഭർത്താവ് അബ്ദുൾ റഹീം ആദ്യം പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഷെമി നിർദ്ദേശിച്ചപ്പോഴാണ് ഇളയ മകൻ അഫ്സാൻ മരിച്ച വിവരം പറഞ്ഞത്. ICUവിൽ തുടരുന്ന ഷെമിയോട് ഘട്ടം ഘട്ടമായി കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവങ്ങൾ അറിയിക്കണമെന്ന ഡോക്ടേഴ്സിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മരണവിവരം പറഞ്ഞത്. തന്റെ പേരിലുണ്ടായിരുന്ന കാർ നഷ്ടമായതായി പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു. നെടുമങ്ങാട് രജിസ്ട്രേഷനുള്ള ഫോക്സ് വാഗൺ വാഹനമാണ് നഷ്ടമായത്. കാർ അഫാൻ പണയം വെച്ചതാകാമെന്നാണ് നിഗമനം. ഇതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.